ഹായ് ഫ്രണ്ട്സ്, ചെറിയ മീനുകളൊക്കെ കിട്ടുമ്പോഴേ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ചെറിയ മീൻ ഏത് മീനായാലും ശരി, ചെറിയ മീനാണെങ്കിൽ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ. ഈ ചോറ് കഴിക്കാനായിട്ട് ഈ കറി മാത്രം മതി. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ മീനുകൾ എടുത്തിട്ടുണ്ട്. പ്രാച്ചിൽ അഥവാ പ്രാച്ചി എന്ന് പറയുന്ന കായലിലെ മീനാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 5-6 അല്ലി ചുവന്നുള്ളി. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോരുത്, എന്നാൽ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. വേണ്ടേ ഈ പരുവത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് കലക്കാം. ഒരുപാട് വെള്ളം പാടില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പരുവത്തിൽ ഇത് കലക്കിയെടുക്കുക. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ മാങ്ങ, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി എടുക്കുക. അതുപോലെ തന്നെ 3 നെല്ലിക്ക, ഇടത്തരം വലിപ്പമുള്ള 3 നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് ഇനി അത് ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. കാരണം ചെറിയ മീനാണല്ലോ, പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഈ മീനിട്ടതിന് ശേഷം ഒരു 7-8 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മീനൊന്ന് വെന്ത് വരട്ടെ. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ചട്ടിയിലിരുന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കടുകും എല്ലാം കൂടെ വറുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.